വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ മൈ ഡെസ്ക് മേക്കോവർ വീഡിയോ ആണ്. ആദ്യത്തെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. അപ്പോൾ എങ്ങനെ സ്റ്റഡി ടേബിൾ മേക്കോവർ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിളിന് ഫസ്റ്റ് ലുക്ക്. ഫുൾ എംപ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ എംപ്റ്റി ആയുള്ള സ്റ്റഡി ടേബിളിലാണ് നമ്മൾ കലാപരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ കലാപരിപാടികളൊക്കെ തുടങ്ങാം. ഫസ്റ്റ് ഇനി ഞാൻ ഇതിന് ചെയ്യാൻ പോകുന്ന ഒരു ഓർഗനൈസർ വെക്കുകയാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ബുക്ക്, ഡയറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. മുമ്പ് ചെറിയൊരു പോസ്റ്റ് പോലൊരു ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് സൈഡിലാണ് കേട്ടോ. ഞാൻ ഫുള്ള് വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തുണ്ടാക്കി ചെയ്താണ്. ഞാനങ്ങനെ ആ ഒരു സൈഡ് മുക്കിലാണ് വെക്കാൻ പോകുന്നത്. ഇതിന് കുറേ നമുക്ക് ഡയറീസൊക്കെ ഇടാനുണ്ട്. ഇതാണ് ഇതിൽ ഡയറീസൊക്കെ ഇടാൻ പോകുന്നത്. എൻ്റെ യൂണിക്കോണിൻ്റെ ഡയറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡയറി. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊരു ഡയറിയാണ്. അപ്പോൾ ഇതിൽ യൂണിക്കോണിൻ്റെ പിക്ചർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഡയറി കേട്ടോ. അപ്പോൾ ഈ ഡയറിയാണ് ഞാനിപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ വെക്കാൻ പോകുന്നത്. മൊത്തം എംപ്റ്റി ആയിട്ട് നിൽക്കുന്നത്, ഞാനൊന്നും സീസൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യുന്ന വീഡിയോ ഒക്കെ വേഗം തന്നെ നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ്. ഞാൻ അങ്ങനെ ഇത് ഓർഗനൈസറിൽ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എൻ്റെ ജേർണൽ ബുക്ക് ഡയറിയാണ് വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ വീഡിയോ കാണാതുണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഡയറിയാണ് ഞാൻ അതിൻ്റെ ബാക്കിൽ തന്നെ വെക്കാൻ പോകുന്നത്. ഇതാണ് ഞാൻ ജസ്റ്റ് ഒരു ഖുറാനാണ് അതിൻ്റെ സൈഡിൽ തന്നെ വെക്കാൻ പോകുന്നത്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. ഇത് എൻ്റെ ഫോട്ടോസൊക്കെ ഉള്ളൊരു ആൽബമാണ്. അപ്പോൾ അതിന് അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത അതിൻ്റെ സൈഡിലിടാൻ പോകുന്നത് ജസ്റ്റ് ഒരു ബ്ലേഡ് പോലത്തെ ഒരു കത്തിയാണ്. കത്തി നമ്മൾ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ അതാണ് വെക്കുന്നത്, ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇത് മൊത്തം റെഡി ആയിട്ടുണ്ട്. ഇതിലൊക്കെ ഈ ഒരു ഓർഗനൈസറിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഡയറിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ ഇതൊക്കെയാണ്. അടുത്ത ഞാൻ വെക്കാൻ പോകുന്നത് മണി പ്ലാന്റിൻ്റെ ഒരു പോട്ടാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഞാൻ കുറച്ച് ഷെൽസൊക്കെ ഇട്ടിട്ട് അതിലോട്ട് വാട്ടർ നിറച്ചിട്ട് അതിൽ ജസ്റ്റ് ഒരു മണി പ്ലാന്റ് ഇട്ടിട്ടാണ്. അങ്ങനെയാണ് ഈ ഒരു പോട്ടിൽ വരുന്നത്. അപ്പോൾ ഞാനിത് ആ ഒരു ഓർഗനൈസറിൻ്റെ അടുത്ത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ സ്റ്റഡി ടേബിൾ ഇങ്ങനെയൊക്കെ മേക്കോവർ ചെയ്യാൻ പഠിക്കുമെന്ന് അറിയില്ല. കാരണം നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് നമുക്ക് പഠിക്കുന്നതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അറിയില്ല ഇങ്ങനെ പഠിക്കുന്നത്. നമ്മളങ്ങനെ ഈ പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് അടുത്ത് ഞാൻ വെക്കാൻ പോകുന്നത് ഒരു ഡോളാണ്. നല്ല ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ളൊരു കോസി ഡോളാണ് ഇതിൻ്റെ അടുത്ത് വെക്കാൻ പോകുന്നത്. ഈ ഡോൾ ഞാൻ വെക്കാൻ പോകുന്നത് ഓർഗനൈസറിൻ്റെ സൈഡിലായിട്ടാണ്. മുക്കിലിങ്ങനെ കിടന്നോട്ടെന്ന് വിചാരിച്ചു. അപ്പം അവിടെയാണ് ഞാൻ ഇത് വെക്കുന്നത്. ദെൻ ഞാൻ എൻ്റെ ഒരു സ്കെച്ചസ് ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഓർഗനൈസർ ഞാൻ തന്നെ ഇത് ഉണ്ടാക്കിയതാണ്. ഞാൻ ഇങ്ങനത്തെ സെറ്റബിൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള സെറ്റബിൾ ഇടാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് ഇങ്ങനത്തെ സെറ്റബിൾ അല്ല ഉണ്ടായിരുന്നത്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ടൈപ്പ് ഇതായിരുന്നു. ഞാനിങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ കുറച്ച് സന്തോഷമായി. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ഓർഗനൈസർ കട വെച്ചിട്ടുണ്ട്. ഡയറി ഓർഗനൈസറിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് സ്കെച്ചസൊക്കെ ഇടുന്നുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ സ്റ്റാപ്ലേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇടാൻ പോകുന്നത്. ഫസ്റ്റ് 2 ഗ്ലൂ എടുക്കുന്നുണ്ട്. ഗ്ലൂ ഇട്ടതിന് ശേഷം ഒരു സീസർ ഇട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീസറാണിത്. ദെൻ സ്റ്റാപ്ലറിൻ്റെ പിന്ന് എടുക്കുന്നുണ്ട്. സ്റ്റാപ്ലറിൻ്റെ നമ്മുടെ ക്യാൻഡിലാണിത്. ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. ക്യാൻഡിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്ററാണിത്. അത് ഞാൻ കുറച്ച് ക്യൂട്ടായുള്ള ഇറൈസേഴ്സൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. മിനി ഇറൈസേഴ്സാണ്. അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് സ്കെച്ച് ഇടാൻ പറ്റുമോ ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്കാണിത്.
അപ്പോൾ അടുത്തൊക്കെ എടുക്കുന്ന പെന്നും അങ്ങനത്തൊക്കെ ഇടാൻ പറ്റിയൊരു പെൻ ബോക്സാണ് ഇത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള തീമിലാണ് ഇത് വരുന്നത്. ഇതിൽ നല്ല ക്യൂട്ടായിട്ടുള്ള പെന്നൊക്കെ ഇടുന്നുണ്ട്. പെന്നും ഒരു ഹൈലൈറ്ററൊക്കെയാണ്, ഗിൽറ്റർ പെന്നും സ്കെയിലൊക്കെ ഇടുന്നുണ്ട് ഫസ്റ്റ് തന്നെ. പിന്നെ അവിടെ ഹൈലൈറ്ററും പെന്നൊന്നും ടോപ്പില്ല, അതാണ് സത്യം. പിന്നെ പെൻസിൽ അങ്ങനത്തെയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഒരു വൈസറും ഷാർപ്പ്നറൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പെൻ ഹോൾഡർ എന്ന് പറയുന്നത്. സോ ഞാൻ അടുത്ത് വയ്ക്കാൻ പോകുന്നത് ഒരു ക്ലോക്കാണ്, അല്ലെങ്കിൽ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്ലോക്കാണ് അടുത്ത് വയ്ക്കാൻ പോകുന്നത്. ഈ ക്ലോക്കൊക്കെ വെച്ച് അലാറം അടിക്കാറുണ്ട്, ബട്ട് ഞാൻ നിൽക്കാറില്ല, അതാണ് സത്യം. അലാറം ഇങ്ങനെ കിടന്ന് അടിക്കും, ഞാൻ നിൽക്കാറില്ല. പിന്നെ വേറൊരു വീട്ടിലൊക്കെ വന്നിട്ട് ഓഫാക്കാതാണ്. അപ്പോൾ അലാറം ഇങ്ങനെ ക്യൂട്ടായിട്ട് അവിടെ സൈഡിൽ മണി പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഉണ്ടാക്കി പോയുള്ള മണി ബോക്സാണ് ഇത്. നല്ല ഖവായി തീമിലുള്ള ഹോമിൻ്റെ ഒരു മണി ബോക്സാണിത്. അപ്പോൾ ഇതിന് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ചാനലുണ്ട്. ഇതാണ് സൈഡിൽ വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് സ്റ്റിക്കി നോട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഡയറി ഓർഗനൈസറിന് സൈഡിൽ വയ്ക്കാൻ മറന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ക്യാൻഡിലിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻഡിലിൻ്റെ ഒരു ഞാൻ ചെയ്തൊരു ഇതാണ് ക്യാൻഡിൽ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വെച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത്. നമ്മുടെ സ്റ്റഡി ടേബിൾ ഓർഗനൈസ് ചെയ്ത് സ്റ്റഡി വെച്ച് വെച്ചൊരു ഫൈനൽ ലുക്കാണിത്. നമ്മുടെ ഓർഗനൈസർ ഉണ്ട്, സൈഡിൽ വേറെ ഓർഗനൈസർ ഉണ്ട്, പെൻ ഹോൾഡർ ഉണ്ട്, ടോൾ ഉണ്ട്, മണി പ്ലാന്റ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റഡി ടേബിൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ക്യാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ തന്നെ എൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെ എഴുതിയിട്ട്. ഇത് വെറും പട്ടിഷോ മാത്രമാണ്. അതിൽ വെറുതെ ഒരു ടു-ഡു ലിസ്റ്റിനെ കൊണ്ടുവരുമെന്ന് എഴുതിച്ചിട്ടാണ്. ഇതൊക്കെ വെറുതെ പട്ടിഷോ ആണ്, അതെല്ലാം ഒന്നുമില്ല അതിൽ, പഠിക്കാനുള്ളതൊന്നുമല്ല. അപ്പോൾ ഞാൻ ടു-ഡു ലിസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതൊക്കെ വലിയൊരു താങ്ക് യു. നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാണുന്നതൊക്കെ താങ്ക് യു കേട്ടോ. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഒക്കെ ബൈ.